الحمد لله رب العالمين الملك القدوس السلام نحمده أن هدانا لدين الإسلام والصلاة والسلام على رسوله الأمين وعلى آله وأتباعه البررة الأعلام أما بعد. വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ നിരോധനങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരെയാണ്, അവർക്കാണ് അന്തിമ വിജയമുള്ളത്. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ് ഇഹലോകത്തെയും പരലോകത്തെയും ഏതൊരാളുടെയും വിജയത്തിൻ്റെ മാനദണ്ഡം. ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അള്ളാഹുവിനെ സൂക്ഷിച്ച ആളുകൾക്ക് റബ്ബിങ്കൽ സ്വർഗങ്ങളുണ്ട്, അതിൻ്റെ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഖാലിദീന ഫിഹ, അതിലവർ ശാശ്വതന്മാരായിരിക്കും. വ അസ്വാജു മുതഹറ, അവർക്ക് വിശുദ്ധകളായ ഇണകളുണ്ടായിരിക്കും. വറിദ്വാനും മിനല്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള സംതൃപ്തിയുമുണ്ടായിരിക്കും. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, എല്ലാ അടിമകളെയും അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് മാത്രം ജീവിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും അവൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ചെരിഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ഹജ്ജാജികളെ, നാം അള്ളാഹുവിനെ സൂക്ഷിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ ഹജ്ജിനുള്ള യാത്രാ സന്നാഹങ്ങൾ നിങ്ങൾ ഒരുക്കുമ്പോൾ, യാത്രക്കാവശ്യമായ ഒരുക്കങ്ങൾ നടത്തുമ്പോൾ, ആ ഒരുക്കത്തിൽ ഏറ്റവും പ്രധാനമായത് മനസ്സിൻ്റെ ഉള്ളിലുള്ള സൂക്ഷ്മതയാണ്. യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തൊരുങ്ങിയാലും സൂക്ഷ്മതയില്ലെങ്കിൽ ആ യാത്ര സഫലമാകുകയില്ല. തസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ യാത്ര പോകുമ്പോൾ യാത്രയുടെ സന്നാഹങ്ങൾ ഒരുക്കുക. തഖ്വയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ബുദ്ധിയുള്ളവരെ വത്തഖൂനിയ ഉലിൽ അൽബാബ്, എന്നെ സൂക്ഷിക്കുക. ആ തഖ്വ പോലെ തന്നെ മനുഷ്യർ പരസ്പരം സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും പുണ്യത്തിൻ്റെയും സൂക്ഷ്മതയുടെയും അടിസ്ഥാനത്തിൽ പരസ്പരം സഹായിക്കുവാൻ വേണ്ടി കൂടി അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിനും സൂക്ഷ്മതയുടെ കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ പരസ്പരം സഹായിക്കുക. എന്നാലോ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, കുറ്റകരമായ ശത്രുതാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആരുമായും നിങ്ങൾ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യരുത്. വത്തഖൂല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അഥവാ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമായിരിക്കും, അവൻ ശിക്ഷിക്കും. സഹോദരങ്ങളെ, എന്താണ് തഖ്വ? അവൻ്റെ ദീനീ നിഷ്ഠകൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക, അവൻ്റെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക, അവൻ്റെ പ്രതിഫലം കൂടുതൽ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക. അതാണ് തഖ്വ. ആ തഖ്വയുടെ മതം പൂർത്തീകരിക്കാനാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ വചനം അള്ളാഹു ഇവിടെ വെച്ച് ആ തഖ്വയുടെ വചനങ്ങളുടെ പൂർത്തീകരണത്തെപ്പറ്റി നമ്മളെ ഈ ആയത്തിൽ കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം മതം എന്ന് പറയുന്നത് 2-3 ഘട്ടങ്ങളിൽ കൂടിയാണ് മനുഷ്യനെ അത് വളർത്തിക്കൊണ്ടുവരുന്നത്. ഒന്ന് അൽ ഇഹ്സാൻ, മനുഷ്യൻ ഏറ്റവും നല്ലത് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അതിനെ വ്യാഖ്യാനിച്ചത് അൽ ഇഹ്സാൻ എന്ന് പറയുന്നത് നന്മ ചെയ്യുക എന്നത്. അള്ളാഹുവിനെ കാണുന്ന പോലെ നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുക, കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. അതാണ് ഇഹ്സാൻ. ലില്ലദീന അഹ്സനു ഫി ഹാദിഹി ദുനിയ ഹസന, അള്ളാഹുവിന് ഈ നന്മ ചെയ്ത ആളുകൾക്ക് ഇഹലോകത്ത് തന്നെ നന്മകളുണ്ട്. വലദാറുൽ ആഖിറത്തി ഖൈർ, പരലോകത്തെ ആ ഭവനമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വലനിഅമ ദാറുൽ മുത്തഖീൻ, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ ഭവനം വളരെ നല്ലതാണ്. രണ്ടാമതായി അള്ളാഹു നമുക്ക് നിശ്ചയിച്ച രണ്ടാമത്തെ ഒരു മഹത്വം ഈമാൻ എന്നതാണ്. ഇഹ്സാനിൻ്റെ കൂടെ തന്നെ അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുക, മനസ്സ് ആ വിശ്വാസത്തെ അംഗീകരിക്കുക, നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടി ആ വിശ്വാസത്തെ പ്രകടിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ അനുസരിക്കും തോറും
ആ ഈമാൻ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുകയാണെങ്കിൽ ഈമാൻ ചുരുങ്ങിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് 70-ൽ പരം ശാഖകളാണ് ഈമാനിൻ്റേത് എന്നാണ്. ഏറ്റവും പ്രധാനമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഈമാനിൻ്റെ അടിസ്ഥാനപരമായ തത്വം. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന്. എന്നാൽ നടന്നു പോകുന്ന വഴിയിൽ മറ്റു മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ചെറിയ ഉപദ്രവങ്ങളെങ്കിലും കല്ലോ കരടോ മുള്ളോ ഉണ്ടെങ്കിൽ അതുപോലും നീക്കിക്കളയാനുള്ള മഹാമനസ്കതയുണ്ടല്ലോ, സാംസ്കാരിക ബോധം, അത് ഈമാനിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള അതിൽ പെട്ടത്, ഈമാനിൽ പെട്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ തിന്മ ചെയ്യുന്നതിൽ നിന്ന് നാം ലജ്ജിതരാകുക. അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവിനെ ധിക്കരിക്കാൻ പാടില്ല. അത് ലജ്ജയോടുകൂടി ധിക്കാരത്തെ കാണുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ മറ്റൊരു വാക്യം. അതുപോലെ തന്നെ ഈമാനിൻ്റെ മറ്റൊരു ഘടകമാണ് ബന്ധങ്ങൾ ചേർക്കുക എന്നത്. നമുക്ക് ബന്ധങ്ങൾ ചേർക്കാനുള്ളത് മാതാപിതാക്കളോടാണ്, അതുപോലെ സുഹൃത്തുക്കളോടാണ്, സമൂഹത്തിനോടാണ്, നമ്മുടെ മുഴുവൻ ജനങ്ങളോടുമാണ്. സത്യം പറയുക, നല്ല വാക്കുകൾ പറയുക, കരാറുകൾ പാലിക്കുക, അതുപോലെ തന്നെ സൽസ്വഭാവികളായി ജീവിക്കുക. അള്ളാഹു പറഞ്ഞു വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, തൊട്ടുശേഷം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വബിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക്, വൽ യതാമ, അനാഥകൾക്ക്, വൽ മസാക്കീൻ, അഗതികൾക്ക്, വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനും, അടുത്ത ബന്ധുക്കളായ അയൽക്കാർക്കും അകന്ന അയൽക്കാർക്കും, വസാഹിബി ബിൽ ജംബി, അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാർക്ക്, അടുത്തുള്ള കൂട്ടുകാർക്ക്, ഒബിനിസബീൽ, വഴിയാത്രക്കാരായി പോകുന്ന അന്യന്മാർക്ക് വരെ നന്മ ചെയ്യണം. ഒമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയ അടിമകൾ, അവർക്കും നിങ്ങൾ നന്മ ചെയ്യണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, ധിക്കാരികളും ദുരഭിമാനികളുമായ അഹങ്കാരികളായ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. സഹോദരങ്ങളെ, ഈ ഒരു തഖ്വ ബോധം നാം കൂടുതൽ മനസ്സിലാക്കുക. ജനങ്ങളോട് നല്ലത് മാത്രം പറയുക. എന്തുകൊണ്ടെന്നാൽ പിശാച് മനുഷ്യനെ ഏത് സമയത്തും വഴിതെറ്റിക്കാനിരിക്കുകയാണ്. പിശാച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. ആ പിശാചിൻ്റെ വലയത്തിൽ കൂടാതിരിക്കണമെങ്കിൽ നല്ല വാക്കുകൾ പറഞ്ഞ് ജീവിക്കണം. നല്ല വാക്കുകളാണ് ജീവിതത്തിനെ നിലനിർത്തുന്നത്. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമമാകുകയില്ല. ഇത് ഫഅബില്ലത്തി ഹിയ അഹ്സൻ, ആര് നമ്മളോട് എന്ത് മോശമായ രൂപത്തിൽ സഹവർത്തിച്ചാലും നല്ലത് കൊണ്ടതിനെ പ്രതികരിക്കുക, തിന്മയെ നന്മ കൊണ്ട് തടയുക. എങ്കിൽ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം, ഏത് കൊടിയ ശത്രുക്കളും ഉറ്റമിത്രങ്ങളായി മാറും. തിന്മകളെ നന്മ കൊണ്ട് തടയാനുള്ള മഹാമനസ്കത ഒരു വിശ്വാസി കാണിക്കുകയാണെങ്കിൽ. പക്ഷേ ഇതിന് നല്ല ക്ഷമാശീലം വേണം. അള്ളാഹു പറഞ്ഞു, വമായുലഖാഹ ഇല്ലല്ലദീന സബറു വമായുലഖാഹ ഇല്ലാ ദു ഹള്ളിൻ അദീം, നല്ല ഭാഗ്യമുള്ളവർക്കല്ലാതെ, നല്ല ക്ഷമയുള്ളവർക്കല്ലാതെ തിന്മകളെ നന്മ കൊണ്ട് തടഞ്ഞ് ശത്രുവിനെ മിത്രമാക്കി മാറ്റുന്ന ആ മഹാപ്രവർത്തനത്തിന് സാധിക്കുകയില്ല എന്ന്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നാം ക്ഷമ, ജീവിതത്തിൽ നല്ലതും ചീത്തയും നമ്മുടെ അഭിമുഖീകരിക്കേണ്ടി വരും. ഏത് വലിയ ദുരന്തങ്ങളുടെ മുമ്പിലും അടിയുറച്ച് ക്ഷമയോടുകൂടി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഏറ്റവും ചെറിയതാണെങ്കിൽ പോലും നന്ദി ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ജീവിതത്തിൽ നിന്ന് വന്നു പോകുന്ന തിന്മകളെപ്പറ്റി എപ്പോഴും പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കണം. ഏതൊരു തിന്മ വന്നാലും ഒരിക്കലും പശ്ചാത്തപിക്കാൻ നാം മറക്കരുത്. ഇന്നമാ യുവഫ്ഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ച് അതിജീവനശേഷിയുള്ളവർക്ക് കണക്കല്ലാത്ത പ്രതിഫലം അള്ളാഹു നൽകും. ലഇൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുമെന്ന് അള്ളാഹു തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് പശ്ചാത്തപിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ, അവധി വരെ നല്ല ജീവിതം അള്ളാഹു നമുക്ക് നൽകും. ഓരോ നന്മ ചെയ്യുന്നവർക്കും അതിൻ്റെ നന്മയുടെ പ്രതിഫലം നൽകുമെന്ന്. സഹോദരങ്ങളെ, നമ്മളെല്ലാം വിശ്വാസികളാണ്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിലും അള്ളാഹുവിൻ്റെ ദൂതന്മാരിലും
പരലോകത്തിലും അള്ളാഹുവിൻ്റെ വിധി നിർണയത്തിലും നമ്മൾ വിശ്വസിക്കുക തന്നെ വേണം. അങ്ങനെ വിശ്വസിച്ചവർക്ക് മാത്രമേ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. ഈമാൻ നമുക്ക് ജീവിതത്തിൽ ഇഹലോകത്തും പരലോകത്തും നന്മ ലഭിക്കാനുള്ള ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡമാണ് യഥാർത്ഥ ദൈവിക വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അള്ളാഹു സ്വർഗങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. താഴ്വാരങ്ങളിൽ കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശാശ്വതമായി ജീവിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഉന്നതമായ ഭവനങ്ങൾ സ്വർഗത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് വറിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ സംതൃപ്തി നേടുക എന്നതാണ് ഏറ്റവും വലിയതായിട്ടുള്ളത്. അതാണ് മഹാവിജയം. അതുകൊണ്ട് നാം ആ വിശ്വാസികളായി മാറുക. ആ വിശ്വാസത്തിൽ തിന്മകൾ കലർത്താതിരിക്കുക. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ അക്രമം കലർത്താതിരിക്കുകയും അഥവാ വിശ്വാസത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുകയും വിശിഷ്യ ശിർക്ക് പോലെയുള്ള ബഹുദൈവ വിശ്വാസം ജീവിതത്തിൽ അല്പം പോലും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവർക്കാണ് ജീവിതത്തിൽ ഹിദായത്ത്, സന്മാർഗം ലഭിക്കുക. അവർക്കാണ് നിർഭയത്വം ഉണ്ടാകുക. ആ നിർഭയന്മാരായി ജീവിച്ച മുർസലുകളുണ്ടായിരുന്നു, വിശ്വാസികളുണ്ടായിരുന്നു. അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ സഹായം വാദോരാതെ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുന്യാ വയൗമ യഖൂമുൽ അഷ്ഹാദ് എന്ന് അള്ളാഹു പറഞ്ഞത് ഈ വിഷയത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈമാനിൻ്റെ മറ്റൊരു ഭാഗം അള്ളാഹുവാണ് നമ്മുടെ രക്ഷകർത്താവ്, അള്ളാഹുവാണ് സ്രഷ്ടാവ്, അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ. അള്ളാഹുവിന് മഹത്തായ ഗുണവിശേഷണങ്ങളുണ്ട്. അതിലൊക്കെ നാം വിശ്വസിക്കണം. അള്ളാഹു തആല പറഞ്ഞല്ലോ, ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ്സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം സുമസ്തവാ അലൽ അർശ് യുഗ്ശിൽ ലൈല അന്നഹാർ യത്ലുബുഹു ഹസീസ വശംസ വൽ ഖമറ വൻ നുജൂം മുസഖറാത്തിൻ ബി അംരിഹി അലാ ലഹുൽ ഖൽഖു വൽ അംർ. ആകാശഭൂമികൾ, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, രാപ്പകലുകളുടെ മാറ്റം, ഇതെല്ലാം അള്ളാഹു തആല നിശ്ചിതമായ അവൻ നിശ്ചയിച്ച ഘട്ടങ്ങളിലായി അള്ളാഹു സൃഷ്ടിച്ചു. അവനാണ് സൃഷ്ടിയുടെ ഉടമ, അവനാണ് അതിൻ്റെ നിയന്ത്രണത്തിൻ്റെയും തീരുമാനത്തിൻ്റെയും ഉടമ. തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹുവാണ് ലോകരക്ഷിതാവായ അള്ളാഹുവാണ് അനുഗ്രഹീതനായിട്ടുള്ളവൻ. ആ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. വെറും പ്രാർത്ഥന പോരാ. തളർറുഅൻ വഖുഫിയ ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ. റബ്ബിനോട് ആത്മാർത്ഥമായി വിനയത്തോടുകൂടി സാവകാശത്തിൽ പതുക്കെ രഹസ്യമായ രൂപത്തിൽ നാം പ്രാർത്ഥിക്കണം. അതിക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും ഭൂമിയിൽ അള്ളാഹു എല്ലാ നല്ലതും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇവിടെ നാശങ്ങൾ ഉണ്ടാക്കരുത്. അള്ളാഹുവിനോട് പ്രതീക്ഷയോടുകൂടി എന്നാൽ ഭയപ്പാടോടുകൂടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ നന്മ ചെയ്ത് ജീവിക്കുന്നവരുടെ തൊട്ടു സമീപത്തുണ്ട്. അതുപോലെ തന്നെ നാം വിശ്വസിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നാം കാണാത്ത അള്ളാഹുവിൻ്റെ മലക്കുകൾ, അള്ളാഹുവിൻ്റെ സൈന്യങ്ങളാണവർ. അവർ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി വിശ്വാസികളായ നമുക്ക്, ഭൂമിയിലുള്ള വിശ്വാസികൾക്ക് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. വൽ മലായികത്തു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർള്. ആ മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് അർഹരാവണമെങ്കിൽ നമ്മളും നല്ലവരായി ജീവിക്കണം. അതുപോലെ തന്നെ അള്ളാഹു വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു പൂർവ്വകാല പ്രവാചകന്മാർക്ക്. അതുപോലെ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പരിശുദ്ധ ഖുർആൻ അള്ളാഹു നൽകി. തൗറാത്ത്, ഇൻജീൽ, ഖുർആൻ ഇതൊക്കെ അറിയപ്പെട്ട വേദഗ്രന്ഥങ്ങളാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആ എന്നെന്നും ജീവിച്ചിരിക്കുന്ന സ്വയംഭൂവായ ആ അള്ളാഹുവിനെ മാത്രം നമ്മൾ ആരാധിക്കണം. നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദിഹി. അല്ലാഹു തആല വേദഗ്രന്ഥങ്ങൾ ഇറക്കിത്തന്നത് അതിൻ്റെ മുമ്പുള്ളതിനെ സത്യമാക്കിക്കൊണ്ടാണ്. ഒരു വേദഗ്രന്ഥവും മറ്റൊരു വേദഗ്രന്ഥത്തിൻ്റെ വിരുദ്ധമല്ല, തിരുത്തലുകളല്ല. എല്ലാം അള്ളാഹുവിങ്കൽ നിന്ന് കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒന്നൊന്നിനെ ബലപ്പെടുത്തുന്ന ആശയ സംഹിതകളുടെ സമാഹാരങ്ങളാണ്. ജനങ്ങൾക്ക് സന്മാർഗമായിക്കൊണ്ടാണ് ഇതിനെയൊക്കെ അള്ളാഹു തആല ഇറക്കി തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, നാം ആ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം.
ആ വേദഗ്രന്ഥങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് തന്നത് അള്ളാഹുവിൻ്റെ മുർസലുകളാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫയിൽ കൂടിയാണ് ഖുർആൻ നമുക്ക് ലഭിച്ചത്. മുൻകഴിഞ്ഞ നബിമാർക്കെന്ന പോലെ നമുക്ക് അള്ളാഹു തആല ഖുർആൻ അള്ളാഹു പഠിപ്പിച്ചു തന്നത്. ആ വേദഗ്രന്ഥങ്ങളിലും ആ വേദഗ്രന്ഥം കൊണ്ടുതന്ന ഒരുപാട് ലക്ഷക്കണക്കിന് മുർസലുകളുണ്ടായിരുന്നു. അവരിലൊക്കെ നമ്മൾ വിശ്വസിക്കണം, അവരുടെ മാർഗം നമ്മൾ പിൻപറ്റണം. അതുപോലെ ഈ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല ഉത്കൃഷ്ട സൃഷ്ടിയായ മനുഷ്യൻ്റെ ജീവിതം. ഇതിനൊരു പരലോകമുണ്ട്. ചോദ്യം ചെയ്യപ്പെടുന്ന, കണക്ക് നോക്കുന്ന ഒരു ദിവസമുണ്ട്. അവിടെ നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ട്, തിന്മ ചെയ്തവർക്ക് ശിക്ഷ കിട്ടും. അതൊരു നീതിയുടെ ഭാഗമാണ്. വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ അഫലാ തഅഖിലൂൻ. പരലോക ആ ഭവനമാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഈ ഭൂമിയിലുണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും, ഏറെ ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും സുഖങ്ങളുമെല്ലാം ഇവിടെ ഉണ്ട്. ഇതെല്ലാം അള്ളാഹു തീരുമാനിച്ചതാണ്. നമ്മളൊരിക്കലും ഭയപ്പെടേണ്ടതില്ല, നിരാശരാവേണ്ടതില്ല. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതിവിടെ നടക്കുക തന്നെ ചെയ്യും. സുന്നത്തല്ലാഹി ഫില്ലദീന ഖലൂ മിൻ ഖബൽ. അള്ളാഹു മുമ്പ് കഴിഞ്ഞു പോയവരിൽ അള്ളാഹു തആല തീരുമാനിച്ച നടപടികളുണ്ട്. വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് കൃത്യമായി അതിവിടെ നടപ്പിൽ വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശ്വാസികളെ, ഈ ഇസ്ലാമിനെ ഈ നിലക്ക് നാം മനസ്സിലാക്കാൻ തയ്യാറാവണം. അൽ ഇസ്ലാം അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തുഖീമസ് സ്വലാ വ തുഅ്തിയ സക്കാ വ തസൂമ റമളാൻ വ തഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഇസ്ലാമിനെ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രവാചകൻ അങ്ങനെയാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുക, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുക, അള്ളാഹു ഏകനാണെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സ്വയം സാക്ഷിയായിക്കൊണ്ട് ജീവിക്കുക. അതുപോലെ തന്നെ അള്ളാഹു നിശ്ചയിച്ച പ്രകാരം നമസ്കാരം അതിൻ്റെ സമയനിഷ്ഠയും അതിൻ്റെ ഭക്തി രൂപങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുക. പാവപ്പെട്ട മനുഷ്യന്മാർക്ക് കൊടുത്തു തീർക്കേണ്ട നിർബന്ധ ദാനം അത് നിർബന്ധമായി തന്നെ കൊടുത്തൊഴിവാക്കുക. അതുപോലെ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക. ഈ വീട്ടിൽ കഅബയിൽ വന്ന് കഴിയുന്ന ആളുകൾ ഹജ്ജ് ചെയ്യുക. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കർമ്മ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അതാണ് നമ്മുടെ വിശ്വാസം. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അള്ളാഹു പറഞ്ഞു, മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ. നിങ്ങൾ ഭക്തന്മാരായി ജീവിക്കുന്നവരാവാൻ ആ സൂക്ഷ്മത ആവശ്യമാണ്. ഫലാ തുദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ. അള്ളാഹുവിൻ്റെ കൂടെ വേറൊരു ദൈവത്തെ, വേറൊരു ആരാധ്യനെ നിങ്ങൾ വിളിച്ച് തേടാൻ പാടില്ല. അത് നിങ്ങൾ ശിക്ഷിക്കപ്പെടാൻ കാരണമാകും. വേദഗ്രന്ഥം നൽകപ്പെട്ട എല്ലാവരോടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയപ്പോൾ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഖുൽ യാ അഹ്ലൽ കിതാബ്, വേദത്തിൻ്റെ ആളുകളെ, തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും, ഞാനും നിങ്ങളും നമ്മളെല്ലാം ഒരേ രൂപത്തിൽ പറഞ്ഞ ഒരു മഹത്തായ വചനത്തിലേക്ക് നിങ്ങൾ വരണം. അതെന്താണ്? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹു അല്ലാതെ ആരെയും അള്ളാഹുവിൽ മറ്റാരെയും പങ്കു ചേർക്കാതിരിക്കുക, പരസ്പരം നമ്മൾ ദീനിൻ്റെ മതത്തിൻ്റെ നിയമങ്ങൾ നിർമ്മിക്കുന്ന റബ്ബുകളായി മാറാതിരിക്കുക. അങ്ങനെയായാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതുപോലെ തന്നെ അള്ളാഹു അവനാണ് നമ്മുടെ രക്ഷകൻ, അവനിലാണ് രക്ഷയുള്ളത്, അവനിൽ നിന്ന് തന്നെയാണ് ശിക്ഷയും. അതുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടിയും ശിക്ഷയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. അള്ളാഹു നിനക്ക് ഏതെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കി തരുകയാണെങ്കിൽ അവനല്ലാതെ മറ്റാരും അതിൽ നിന്ന് രക്ഷപ്പെടുത്താനില്ല. അഥവാ അവൻ നിനക്ക് ഏതെങ്കിലും നന്മ തരുകയാണെങ്കിൽ ആ നന്മ തടയാനും മറ്റാർക്കും സാധ്യമല്ല. അതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് നൽകുന്നവനാണ്. അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് സ്വയം അംഗീകരിച്ച് അതിൻ്റെ സാക്ഷിയായി ജീവിക്കുക. അത് കൊണ്ട് പറയൽ മാത്രമല്ല, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വാക്കുകളിലൊക്കെ
മുഹമ്മദ് നബിയുടെ ആ റിസാലത്ത് നമ്മൾ പ്രകടിപ്പിക്കണം, അതിൻ്റെ സാക്ഷികളായി ജീവിക്കണം. പ്രവാചകൻ്റെ കൽപ്പന നാം അംഗീകരിക്കണം. എല്ലാ രംഗത്തും അല്ലാഹുവിനെയല്ലാതെ ആരാധിക്കാത്ത ആ പ്രവാചകൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിക്കുന്ന ഒരു വിശ്വാസിയായി മാറാനാണ് അള്ളാഹു പ്രവാചകനെ നിയോഗിച്ചത്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന പ്രവാചകൻ അള്ളാഹു വിശേഷിപ്പിച്ചത് നമ്മളെ നന്മയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി വളരെയധികം ത്യാഗം ചെയ്യുന്ന ഒരു പ്രവാചകനായിട്ടാണ് അള്ളാഹു ഖുർആനിൽ പ്രവാചക നിയോഗത്തെ വിശേഷിപ്പിച്ചത്. സഹോദരങ്ങളെ, ആ പ്രവാചകൻ്റെ കൽപ്പനയിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്, അള്ളാഹുവിൻ്റെ കൽപ്പനകളിലേക്കും പ്രവാചകൻ്റെ കൽപ്പനകളിലേക്കും. മനുഷ്യരാണ്, തർക്കങ്ങളുണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. അള്ളാഹു പറഞ്ഞത് ഫൈൻ തനാസാഴത്തും ഫീ ഷൈഇൻ, ഏതൊരു ചെറിയ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അള്ളാഹുവിങ്കലേക്കും റസൂലിലേക്കും മടക്കണം. അഥവാ അവരുടെ കൽപ്പനകളിലേക്ക് മടക്കണം. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് വേണ്ടത്. തർക്കത്തിൽ മുഴുകി അവനവൻ പിടിച്ച തർക്കവുമായി നടക്കുകയില്ല, സത്യത്തിലേക്ക്, പ്രമാണങ്ങളിലേക്ക് മടക്കുക. ദാലിക ഖൈറുൻ, അതാണ് നല്ലത്. വ അഹ്സനു തഅ്വീല, ഏറ്റവും നല്ല പരിണാമവും അത് തന്നെയാണ് സഹോദരങ്ങളെ. അത് അങ്ങനെയുള്ള ഈ പ്രവാചകൻ്റെ ആ സന്ദേശം ആ പ്രവാചകനിലേക്ക് മടക്കിക്കൊണ്ട് പ്രവാചകൻ്റെ സന്ദേശം മുറുകെ പിടിച്ച് ജീവിച്ചാൽ ഒരിക്കലും അനാചാരങ്ങൾ മുസ്ലിങ്ങളിൽ കടന്നുകൂടുമായിരുന്നില്ല. മുസ്ലിം സമൂഹം സത്യത്തിൽ ഏകീകരിക്കുമായിരുന്നു, എല്ലാ ആരാധനകളും ഏകീകരിക്കുമായിരുന്നു. ആരാധനകൾ നിർവഹിക്കുന്നിടത്ത് ഇന്ന് കണ്ടുവരുന്ന ഒരുപാട് പ്രവാചകൻ പഠിപ്പിക്കാത്ത മനുഷ്യന്മാർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ അനാചാരങ്ങളിൽ നിന്ന് മുസ്ലിം ലോകം മുക്തമാകുമായിരുന്നു. നാം നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിലേക്കും ഖുർആനിലേക്കും മടക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് മനുഷ്യൻ നന്മയിൽ യോജിക്കുകയും സത്യസന്ധമായി ജീവിക്കുകയും ചെയ്യുമായിരുന്നു. ആ അനാചാരങ്ങളിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. സഹോദരങ്ങളെ, അതോടൊപ്പം 5 നേരത്തെ നമസ്കാരം അള്ളാഹു താല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള നിത്യബന്ധം അതെന്നും ശോഭനമായി നിലനിൽക്കണമെങ്കിൽ നാം നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയാണ്, നമ്മുടെ സമയത്തിൻ്റെ കൃത്യതയാണ്. നാം എപ്പോഴും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ കുനിയാനും സാഷ്ടാംഗം ചെയ്യാനും തയ്യാറായിരിക്കണം. അതുമാത്രമല്ല, മനസ്സും ശരീരവും നമസ്കരിക്കുന്നവരുടേത് എപ്പോഴും ശുദ്ധമായിക്കൊണ്ടിരിക്കും. അതുപോലെ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് നമസ്കരിക്കുമ്പോൾ മനുഷ്യബന്ധങ്ങൾ എപ്പോഴും ഊട്ടിയുറപ്പിക്കപ്പെടും. അതൊക്കെ നാം ശ്രദ്ധിക്കണം. ഹാഫിളു അല സ്വലവാത്തി വസ്വലാത്തിൽ ഉസ്ത, എല്ലാ നമസ്കാരങ്ങളും വിശിഷ്യ സലാത്തുൽ ഉസ്ത എന്ന മധ്യ നമസ്കാരവും നിങ്ങൾ സൂക്ഷിച്ച് അതിനെ കൈകാര്യം ചെയ്യുക. വഖൂമുലില്ലാഹി ഖാനിതീൻ, വിനയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുക. കാരണം നമസ്കാരം സമയബന്ധിതമായി അള്ളാഹു ഫർളായി നിശ്ചയിച്ചതാണ്. നമസ്കാരം കൊണ്ട് നമസ്കരിക്കുന്ന മനുഷ്യനെ ആ നമസ്കരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ആ മനുഷ്യനെ തിന്മയിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തടയാൻ പോന്ന ഒരാരാധനയാണ് നമസ്കാരം. നമ്മൾ നമസ്കരിച്ചാൽ ആ നമസ്കരിക്കുന്നത് കൊണ്ട് തിന്മകളിൽ നിന്ന് മുക്തമായി ജീവിക്കാനുള്ള മാനസികമായ ശക്തി നമുക്ക് നേടാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചു കഴിഞ്ഞു എന്നത് ഉറപ്പാണ്. ആരാണ് വിശ്വാസികൾ? അല്ലദീനഹും ഫീ സലാത്തിഹിം ഖശൂൻ, ഭക്തന്മാരായി നമസ്കരിക്കുന്ന ആളുകൾ. കേവലം ബാഹ്യമായ ചടങ്ങുകളല്ല, ആത്മാർത്ഥമായ ഭക്തിപൂർവമായ അള്ളാഹുമായുള്ള സംഭാഷണമാണ് നമസ്കാരം. ആ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ അള്ളാഹു തന്നെ പഠിപ്പിച്ചു, മുഖം കഴുകണം, കൈകൾ കഴുകണം, അഥവാ ഒളു എടുത്തുകൊണ്ട് ശുദ്ധി ചെയ്തുകൊണ്ടായിരിക്കണം നമസ്കരിക്കാൻ വേണ്ടി പോകേണ്ടത്. അശുദ്ധരാണെങ്കിൽ ആ അശുദ്ധിയിൽ നിന്ന് മുക്തമായി ജീവിക്കണം. രാത്രിയുടെ രണ്ടറ്റങ്ങളിലും പകലിൻ്റെ രണ്ടറ്റങ്ങളിലും രാത്രികളിലും നമ്മൾ നമസ്കരിക്കണം. നമസ്കാരം പോലെയുള്ള എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് വന്നു പോകുന്ന തിന്മകളെ അകറ്റിക്കളയുന്നതാണ് എന്ന് ബോധമുള്ള ആളുകളെ അള്ളാഹു ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. അഖിമിസ് സ്വലാത്ത ത്വറഫയിൻ നഹാർ വസുൽഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാത്തി യുദ്ഹിബന സയ്യാത്ത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന നമ്മുടെ മുമ്പിൽ പാവങ്ങളായ ആളുകളുണ്ട്.
അള്ളാഹു നമുക്ക് ധനം നൽകിയത് ആ പാവങ്ങൾക്ക് കൂടിയുള്ള അവകാശം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്നതാണ്. ആ അവകാശം അവർക്ക് കൊടുക്കാതിരിക്കരുത്. ഒരു വിശ്വാസിയാണെങ്കിൽ കൃത്യമായും അവൻ ധർമ്മം നിർവഹിക്കണം, സക്കാത്ത് കൊടുക്കണം. സാമ്പത്തിക സന്തുലനാവസ്ഥ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ സക്കാത്ത് കൊടുത്ത് തീർക്കണം. അത് നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധിയാണ്, നമ്മുടെ സമ്പത്തിൻ്റെ ശുദ്ധിയാണ്, പിശുക്കെന്ന മഹാരോഗങ്ങളിൽ നിന്നുള്ള മുക്തിയാണ്. അഹങ്കാരമെന്ന ആ അപകടകരമായ സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത്. പാവപ്പെട്ട മനുഷ്യൻ്റെ ആവശ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന ആൾ വിശ്വാസിയല്ല. വഅതു സക്ക, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്, നിങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി ചെയ്തു വെക്കുന്ന മഹത്തായ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ കാണുമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യം വറഹ്മത്തി വസിഅത്ത് കുല്ല ഷൈഇൻ, എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും വിശാലമാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഫസഅക്തുബുഹ ലില്ലദീന യത്തഖൂന വയുഅ്തൂന സക്കാത്ത വല്ലദീന ഹും ബി ആയാതിനാ യുമിനൂൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് സക്കാത്ത് കൊടുത്ത് നമ്മിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് എൻ്റെ റഹ്മത്ത് കിട്ടും എന്ന് അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകുന്നുണ്ട്. അതുകൊണ്ട് സക്കാത്തിൻ്റെ ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും നാം വീഴ്ച വരുത്താൻ പാടില്ല. ദാനധർമ്മങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി ധനികനിൽ നിന്ന് പിടിച്ചെടുക്കണമെന്നാണ് അള്ളാഹു റസൂലിനോട് കൽപ്പിച്ചത്. ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും ബി വതുസക്കിഹിം ബിഹ എന്ന ഖുർആൻ വചനം അതാണ് പഠിപ്പിക്കുന്നത്. ആ ദാനധർമ്മങ്ങൾ ആർക്കൊക്കെ കൊടുക്കണമെന്ന് കൃത്യമായി അള്ളാഹു അതിൻ്റെ അവകാശികളെ നിർണയിച്ചു തന്നിട്ടുണ്ട്. സൂറത്തു തൗബയിലെ 60-ാമത്തെ വചനത്തിൽ. സഹോദരങ്ങളെ, അതുപോലെ തന്നെ റമളാനിലെ നോമ്പ്, അത് മനുഷ്യൻ്റെ ശരീരത്തിന് നൽകുന്ന വല്ലാത്ത ഒരു പരിശീലനമാണ്. ക്ഷമിക്കാൻ, അതിജീവനശേഷി, ഏത് തിന്മകളെയും അതിജീവിക്കാനുള്ള ശേഷി, അതുപോലെ പാവപ്പെട്ട മനുഷ്യൻ്റെ വേദനകൾ സ്വയം മനസ്സിലാക്കാനുള്ള ശേഷി, എല്ലാ ചീത്തയായ സമ്പ്രദായങ്ങളിൽ നിന്നും മനസ്സിനെ നന്മയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാനുള്ള ശേഷി, ഭൗതികമായ ആർത്തിയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള അത്തരത്തിലുള്ള ഒരുപാട് നന്മകൾ നോമ്പിൽ കൂടി അല്ലാഹു തആല നമുക്ക് നൽകുന്നുണ്ട്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അയ്യാമൻ മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദത്തു മിൻ അയ്യാമിൻ ഉഖർ. നിർബന്ധമാണ് നോമ്പ്. അത് സൂക്ഷ്മത വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് നോമ്പ്. ഏതാനും ദിവസങ്ങൾ മാത്രമേ നോമ്പ് നോൽക്കേണ്ടതുള്ളൂ. അഥവാ അന്ന് കഴിഞ്ഞില്ലെങ്കിൽ ആ നോമ്പ് നോറ്റ് വീട്ടണമെന്നുകൂടി അല്ലാഹു തആല കൽപ്പിച്ചു. അതുപോലെ തന്നെ ഖുർആൻ അവതരണം ആരംഭിച്ച മാസമാണ് നോമ്പ്. മനുഷ്യൻ്റെ സന്മാർഗങ്ങളും തിന്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഖുർആനിൻ്റെ അവതരണ മാസം നോമ്പ് നിർബന്ധമാണ് എന്നുകൂടി അല്ലാഹു തആല കൽപ്പിച്ചു. അതിനുശേഷം മറ്റൊരു 5-ാമത്തെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഘടകമാണ് നാം ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഹജ്ജ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വന്ന് നാം ഈ ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുകയും നാളെ പരലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കുകയും ചെയ്യുന്ന ഈ ഹജ്ജ്, അള്ളാഹുവിൻ്റെ സംതൃപ്തിയാണ് ഇവിടെ വെച്ച് നാം വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ക്രമീകരണമാണ് നാം ഇതിൽ കൂടി നേടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ലക്ഷക്കണക്കിന് ബലിമൃഗങ്ങൾ അതിൻ്റെ മാംസം അറുത്ത് ധർമ്മം ചെയ്യാനുള്ള ഒരു സന്ദർഭമാണ് ഇതിൽ കൂടിയുള്ളത്. കൃത്യമായ നിഷ്ഠയും സമയവും പാലിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്നതിൻ്റെ പരിശീലനമാണ് ഇവിടെ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, ഹജ്ജും ഉംറയും അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ പൂർത്തിയായി ചെയ്യുക, അതിൽ വീഴ്ച വരുത്താൻ പാടില്ല എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് നിശ്ചിതമായ ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കാനും ഹജ്ജിൽ അറഫ എന്ന ഈ ദിവസത്തിലെ അറഫ കഴിഞ്ഞാൽ നിങ്ങൾ മശ്അറുൽ ഹറാമിലേക്ക്, മുസ്ദലിഫയിലേക്ക് ഒഴുകിക്കൊള്ളുക എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. ഇതിനെന്തിനാണ്? വദ്കുറുല്ലാഹ കമാ ഹദാക്കും, ഇത്ര വലിയ സന്മാർഗം നൽകിയ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരാവാൻ അള്ളാഹു ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, ഈ ഹജ്ജിന് വേണ്ടി ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ മരുഭൂമിയിലും ഇതിൻ്റെ പരിസരത്തും ഹറമിൻ്റെ പരിസരങ്ങളിലും ഇവിടെയുള്ള ഭരണകൂടം നമുക്ക് ഉണ്ടാക്കി തന്ന മഹത്തായ
സൗകര്യങ്ങൾ, സുഖങ്ങൾ, ഈ വിശുദ്ധ മശായിറുകളിൽ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായിട്ടുള്ള വിശുദ്ധ ഗേഹങ്ങളിൽ അള്ളാഹു ഹാജിമാർക്ക് ഇവിടുത്തെ ഭരണകൂടം ഹാജിമാർക്ക് വേണ്ടി ഒരുക്കിത്തന്ന ഒരുപാട് സംവിധാനങ്ങൾ, അതൊക്കെ നാം പരിഗണിക്കണം, മനസ്സിലാക്കണം. ആ സംവിധാനങ്ങളിൽ കൂടി നാം ജീവിക്കണം. ഈ സംവിധാനങ്ങളെ ലംഘിക്കാനും തകർക്കാനും നമുക്ക് പാടില്ല. ഈ സംവിധാനങ്ങൾ ശരീഅത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ മതപരമായ ഒരു ബാധ്യതയാണ്. സ്വഭാവ സംസ്കരണത്തിൻ്റെ ഭാഗമാണ് ഈ ഹജ്ജിന് വേണ്ടി സർക്കാർ ഉണ്ടാക്കി തന്ന എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ നിയമങ്ങളും പാലിക്കുക എന്നത്. അതോടൊപ്പം പരസ്പരം സ്നേഹവും പരസ്പരം ഒതുക്കവും അച്ചടക്കവും ഉണ്ടാക്കി വരിക എന്നതും ഈ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക സഹോദരങ്ങളെ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ നിന്ന സ്ഥലമാണ് ഈ അറഫ. നമസ്കാരം നിർവഹിച്ചു. ളുഹറും അസറും ഖുത്ബ നിർവഹിച്ചതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ദലിഫയിലേക്ക് നീങ്ങിയ സൂര്യാസ്തമയത്തിന് ശേഷം മുസ്ദലിഫയിൽ വെച്ച് മഗ്രിബ് 3 റക്അത്തും ഇശാ 2 റക്അത്തും ജമ്മും ഖസറുമായി നമസ്കരിച്ചു. മുസ്ദലിഫയിൽ സുബഹി വരെ, ഫജ്ർ വരെ അന്തി ഉറങ്ങി. അവിടെ അദ്ദേഹം പ്രാർത്ഥനകളിൽ നിരതനായിരുന്നു. നേരം വെളുത്ത് വെളിച്ചമായപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിലേക്ക് പോയി. ആ മിനായിൽ ദുൽഹജ്ജ് 10-ാം ദിവസം ജംറത്തുൽ അഖബയിൽ അദ്ദേഹം 7 കല്ലുകൾ കൊണ്ടെറിഞ്ഞു. പിന്നീട് ബലിയറുത്തു. പിന്നീട് തലമുണ്ഡനം ചെയ്തു. അതിനുശേഷം നബിയുടെ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ നിന്ന് തഹല്ലുലായി മുക്തമായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയിലേക്ക് ചെന്ന് ഹജ്ജിൻ്റെ തവാഫ് ചെയ്തു. 7 പ്രാവശ്യം തവാഫ് ചെയ്തു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിലേക്ക് തന്നെ മടങ്ങി. മിനായിൽ ഈ ദിവസങ്ങളിൽ ദുൽഹജ്ജ് 10ഉം 11ഉം 12ഉം ദിവസങ്ങളിൽ മിനായിൽ അന്തി ഉറങ്ങി. ഓരോ ദിവസത്തെയും പകൽ സമയത്ത് 7 കല്ലുകൾ കൊണ്ട് 3 സ്ഥലങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ലെറിഞ്ഞു. ജംറത്തുൽ സുഗ്റ, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ. ഈ ഇവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ലെറിഞ്ഞു. ഹജ്ജിൻ്റെ കർമ്മങ്ങളാണ് നമുക്കിനി ചെയ്യാനുള്ള കാര്യങ്ങൾ. അതൊക്കെയാണ് അള്ളാഹുവിൻ്റെ വീട്ടിൽ അതിഥികളായി എത്തിച്ചേർന്ന ഹാജിമാരെ വിശിഷ്ടമാണ് ഈ ദിവസം എന്ന് നമ്മൾ ഓർക്കുക. ലോകത്തിലുള്ള ഈ ഹാജിമാരായ ഒരുപാട് ഹാജിമാരെ നരകത്തിൽ നിന്ന് അല്ലാഹു തആല മോചിപ്പിക്കുന്ന മഹത്തായ ദിവസമാണ്. നിങ്ങൾ ഇവിടെ വെച്ച് അള്ളാഹുവിനോട് തേടുക, പ്രാർത്ഥിക്കുക. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് വിളിച്ചു തേടുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്ന് അല്ലാഹു തആല പഠിപ്പിച്ച ഏറ്റവും വിശുദ്ധമായ സ്ഥലത്താണ് ഹാജിമാരെ നിങ്ങളുള്ളത്. ഒരിക്കലും വീഴ്ച വരുത്താതെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കാര്യങ്ങളിൽ എളുപ്പം നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സന്തതികൾക്ക് നന്മ നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളെല്ലാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ, നരകത്തിൽ നിന്ന് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കാൻ, ഏറ്റവും നല്ല ആരാധനകൾ ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, മുസ്ലിമീങ്ങളുടെ അവസ്ഥ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ നീ നന്നാക്കി തീർക്കണമേ. അവരുടെ മനസ്സിനെ നീ ഒന്നിപ്പിക്കണമേ. അവരുടെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണമേ. അവർക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടാക്കണമേ. അള്ളാഹുവേ, വിശേഷിച്ചും ഫലസ്തീനിലുള്ള പീഡിതരായ ജനങ്ങളുടെ കാര്യം നീ ഏറ്റെടുക്കണമേ. അള്ളാഹുവേ, അവരിൽ നിന്ന് വിശക്കുന്നവർക്ക് നീ ഭക്ഷണം നൽകണമേ. അവരെ അട്ടിയോടിക്കപ്പെട്ടവർക്ക് നീ സമാധാനവും ശാന്തിയും നിർഭയത്വവും നൽകണമേ. ഭയപ്പെടുന്നവർക്ക് ഭയത്തിൽ നിന്നുള്ള ആശ്വാസം നൽകണമേ. അവരുടെ ശത്രുക്കളുടെ ഷർറിൽ നിന്ന് അവർക്ക് നീ മോചനം നൽകണമേ. അള്ളാഹുവേ, മുസ്ലിം ലോകത്തിനെ നയിക്കുന്ന ഭരണാധികാരികൾക്കും ഉത്തരവാദപ്പെട്ടവർക്കും നന്മകൾ മാത്രം ചെയ്യാനുള്ള തൗഫീക്ക് നൽകണമേ. അവർ മനുഷ്യലോകത്തിൻ്റെ ഹിദായത്തിൻ്റെ സന്മാർഗ
സ്വർഗത്തിൻ്റെയും തഖ്വയുടെയും കാരണക്കാരാക്കി മാറ്റണമേ. ഈ ഹറമൈനിനെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന അൽ മലിക് സൽമാൻ ബിൻ അബ്ദുൽ അസീസിനും അദ്ദേഹത്തെ പിൻഗാമി മുഹമ്മദ് ബിൻ സൽമാനിനും നീ നല്ല പ്രതിഫലം നൽകിക്കൊണ്ട് അവരുടെ സൽക്കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ. അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളിൽ നിന്നെല്ലാം നീ സ്വീകരിക്കണമേ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ അമീൻ.